നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കേരള റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട് 2023 PSC ബുള്ളറ്റിൽ വന്നിട്ടുള്ള കേരള റിലേറ്റഡ് ഫാക്റ്റുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. അതിൻ്റെ ബാക്കി വീഡിയോസാണ് ഇത്. അതിൽ നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദരിദ്ര സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദരിദ്ര നിരക്കുള്ള സംസ്ഥാനമാണിത് നമ്മുടെ കേരളം. നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനമാണിത് നമ്മുടെ കേരളം. എന്നാൽ ഏറ്റവും കൂടിയ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബീഹാറാണ്. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യ നിരക്കുള്ളത് ബീഹാറാണ്. ഏറ്റവും കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മളെ കേരളവുമാണ്. നീതി ആയോഗിൻ്റെ ദരിദ്ര സൂചിക പ്രകാരം ഇന്ത്യയിൽ ദരിദ്രരില്ലാത്ത ഏക ജില്ലയായിട്ട് കണക്കാക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയാണ് കേട്ടോ. നീതി ആയോഗിൻ്റെ ദരിദ്ര സൂചിക പ്രകാരം ഇന്ത്യയിൽ ദരിദ്രരില്ലാത്ത ഏക ജില്ലയാണ് ഇത് എറണാകുളം ജില്ല. നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദരിദ്ര സൂചികയിൽ ഏറ്റവും കുറഞ്ഞ ദരിദ്ര നിരക്കുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അതുപോലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളമാണ്. ഏറ്റവും കൂടിയ നിരക്ക് എവിടെയാണെന്ന് വെച്ചാൽ അത് ബീഹാറുമാണ്. ഇനി ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസിയായ DGCAയുടെ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യത്തെ വനിതയാണ് റിൻഷ പട്ടക്കൽ. എന്താ ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസി ആയിട്ടുള്ള DGCAയുടെ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യത്തെ വനിതയാണ് ആര്? റിൻഷ പട്ടക്കൽ. ഇനി 43,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തിയിട്ട് ലോക റെക്കോർഡ് നേടിയ മലയാളിയാണ് ജിതിൻ വിജയൻ കേട്ടോ. ജിതിൻ വിജയൻ 43,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തിയിട്ട് ലോക റെക്കോർഡ് നേടിയ മലയാളി ആരാന്ന് വെച്ചാൽ ആരാ? ജിതിൻ വിജയനാണ്. 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കാസ്പ് എന്ന് പറയുന്നത്. കാസ്പ് എന്താ ഫുൾ ഫോം? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇത് കാസ്പ് അല്ലെങ്കിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത വരുന്ന സ്ഥലമാണ് ശക്തൻ നഗർ തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത നിലവിൽ വരുന്ന സ്ഥലമാണിത്. ആകാശ നടപ്പാത നിലവിൽ വരുന്ന സ്ഥലമാണിത് ശക്തൻ നഗർ തൃശ്ശൂർ. അടുത്തത് തീരദേശവാസികളായിട്ടുള്ള യുവക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സാഗർമാല. തീരദേശവാസികളായ യുവക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകിയിട്ട് ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് സാഗർമാല. ഇനി പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമുന്നതി. എന്താ സമുന്നതി? പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് സമുന്നതി. ഇനി കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ. ഓപ്പറേഷൻ ഇ സേവ. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഇത് ഓപ്പറേഷൻ ഇ സേവ. ഇനി കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി. എവിടെയാ? കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന അറിയപ്പെടുന്ന ഏത് പേരില? ഓപ്പറേഷൻ സ്റ്റെപ്പിനി എന്ന പേരിലാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡിലിവർ കണ്ണാടിപ്പാടം നിലവിൽ വരുന്ന സ്ഥലമാണ് വാഗമൺ കേട്ടോ. വാഗമണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡിലിവർ കണ്ണാടിപ്പാലം നിലവിൽ വരുന്ന സ്ഥലമാണ് ഇത് വാഗമണ്. ഇനി പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെ കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇത് സജ്ജം എന്ന് പറയുന്നത്. സജ്ജം എന്താ? സജ്ജം പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെ കുറിച്ച് കുടുംബശ്രീ ബാലസംഘങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ഇത് സജ്ജം എന്ന് പറയുന്നത്. സജ്ജം. ഇനി കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ്റെ പേരാണ് ഇത്തിരി നേരം ഒത്തിരി കാര്യം. എന്താ? കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ്റെ പേരാണ് എന്ത്? ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ചക്കിട്ടപ്പാറയാണ് കേട്ടോ.
ചക്കിട്ടപ്പാറ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്താണ് ഇത്, ചക്കിട്ടപ്പാറ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് എവിടെയാ? തിരുവനന്തപുരത്താണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആര്? ഡോക്ടർ നിമ്മി എം ജോർജ്. ഡോക്ടർ നിമ്മി എം ജോർജ്. ആരാ നിമ്മി എം ജോർജ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ആണ് ആര്? ഡോക്ടർ നിമ്മി എം ജോർജ്. ഇനി കേരള സർക്കാരിൻ്റെ ലോട്ടറിയുടെ ഭാഗ്യമുദ്രയാണ് പച്ചക്കുതിര. കേരള സർക്കാരിൻ്റെ ലോട്ടറിയുടെ ഭാഗ്യമുദ്രയാണ് ഇത്, പച്ചക്കുതിര. ഇനി അടുത്തത് പ്രധാനമന്ത്രി സൻസദ് ആദർശി ഗ്രാമ യോജന പദ്ധതി പ്രകാരം PT ഉഷ MP തെരഞ്ഞെടുത്ത ആദ്യത്തെ പഞ്ചായത്താണ് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് പഞ്ചായത്ത്. പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാം യോജന പ്രകാരം നമ്മുടെ മലയാളിയായിട്ടുള്ള PT ഉഷ, നമ്മുടെ നോമിനേറ്റഡ് അംഗമാണ് PT ഉഷ, അവർ തിരഞ്ഞെടുത്ത ആദ്യത്തെ പഞ്ചായത്താണ് പള്ളിക്കത്തോട് കേട്ടോ, കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട്. ഇനി കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്താണ് കേട്ടോ. കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാ? വിഴിഞ്ഞമാണ്, തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്താണ്. ഇനി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായിട്ട് നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ബീറ്റ്സ് എന്ന് പറയുന്നത്. ബീറ്റ്സ് കേട്ടോ, ബീറ്റ്സ്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായിട്ട് നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണിത്, ബീറ്റ്സ്. ഇനി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 333 മാറിയിട്ട് നിലവിൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ 346 രൂപയാണ് കേട്ടോ. 346 രൂപ, അതായത് 11 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം 333 ആയിരുന്നു, അതിൽ നിന്ന് 11 രൂപ വീണ്ടും വർദ്ധിപ്പിച്ചിട്ട് 346 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പാളയത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ പാളയത്താണ് കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് എവിടെയാണ് നിലവിൽ വരുന്നത്? പാളയത്താണ്. ഇനി 2023 സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ 4 പുരസ്കാരങ്ങൾ നേടിയ മലയാള ചലച്ചിത്രമാണ് എഴുത്തോല കേട്ടോ. എഴുത്തോല ഏതാ? 2023 സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ 4 പുരസ്കാരങ്ങൾ നേടിയ മലയാള ചലച്ചിത്രമാണിത്, എഴുത്തോല. ഇതിൻ്റെ സംവിധായകൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് കൃഷ്ണനാണ് കേട്ടോ. സുരേഷ് കൃഷ്ണനാണ്. സംഗീത സംവിധായകനാണ് മോഹൻ സിതാര. ഇനി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്തിയിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോസ്കോസ് കേട്ടോ. ഓപ്പറേഷൻ ഫോസ്കോസ്. എന്താ ഓപ്പറേഷൻ ഫോസ്കോസ്? ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് നടത്തിയ പരിശോധനയാണ് ഇത്, ഓപ്പറേഷൻ ഫോസ്കോസ്. ഇനി അടുത്തിടെ കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ നിലവിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിലെ പുലിക്കയത്താണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ പുലിക്കയത്താണ് അടുത്തിടെ കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ പുലിക്കയത്താണ്. ഇനി കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് റേഷൻ റൈറ്റ് കാർഡ്. റേഷൻ റൈറ്റ് കാർഡ്. കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് ഇത്, റേഷൻ റൈറ്റ് കാർഡ്. ഇനി അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിഥി ആപ്പ്. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇത്, അതിഥി ആപ്പ്. ഇനി വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമിക ഇതര രോഗങ്ങളെയും നേരിടാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയായ കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിന് സഹായം നൽകുന്നത് ആരാന്ന് ചോദിച്ചാൽ വേൾഡ് ബാങ്ക് ആണ് കേട്ടോ. വേൾഡ് ബാങ്ക് ആണ്. അപ്പം
കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിന് സഹായം നൽകുന്ന ആരാ? ലോക ബാങ്കാണ്. എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്? അതായത് വാർദ്ധക്യ സഹജമായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളെയും അതുപോലെ ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമിക ഇതര രോഗങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഇത് കേരള ഹെൽത്ത് സിസ്റ്റംസ് ആൻഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിന് ധനസഹായം നൽകുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ലോക ബാങ്കാണ്. ഇനി സംസ്ഥാനത്തെ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ്. മിഷൻ ഇന്ദ്രധനുഷ് സംസ്ഥാനത്തെ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമൊപ്പമുള്ള പ്രതിരോധ കുത്തിവയ്പ്, ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് മിഷൻ ഇന്ദ്രധനുഷ്. ഇനി പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായിട്ട് വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇത് മാതൃയാനം. അല്ലെ, ഇതെല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യനായിരിക്കും, മാതൃയാനം. ഇനി തിരുവനന്തപുരം പാങ്ങോട് വേദിയായ ഫ്രിഞ്ചെക്സ് 23 സംയുക്ത സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഏതൊക്കെയാ? ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സൈനിക സംയുക്ത അഭ്യാസമാണ് ഇത് ഫ്രിഞ്ചെക്സ് 23 എന്ന് പറയുന്നത്. ഇതിന് വേദിയായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ തിരുവനന്തപുരം പാങ്ങോട് വേദിയായ ഫ്രിഞ്ചെക്സ് 23 സംയുക്ത സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും ഫ്രാൻസും തമ്മിലാണ്. ഇനി ടി പത്മനാഭന്റെ സിനിമയാക്കിയ ആദ്യത്തെ കഥയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി. പ്രകാശം പരത്തുന്ന പെൺകുട്ടി ടി പത്മനാഭന്റെ സിനിമയാക്കിയ ആദ്യത്തെ കഥയാണിത് പ്രകാശം പരത്തുന്ന പെൺകുട്ടി. ഇനി പ്രസിഡൻസ് കളർ ബഹുമതി നേടിയ ഇന്ത്യൻ നാവികസേനയുടെ പ്രീമിയർ ഗണ്ണറി സ്കൂളാണ് INS ദ്രോണാചാര്യ കേട്ടോ. INS ദ്രോണാചാര്യ, കൊച്ചിയിലുള്ള INS ദ്രോണാചാര്യ. അപ്പം പ്രസിഡൻസ് കളർ ബഹുമതി നേടിയ ഇന്ത്യൻ നാവികസേനയുടെ പ്രീമിയർ ഗണ്ണറി സ്കൂളാണ് ഇത് കൊച്ചിയിലുള്ള INS ദ്രോണാചാര്യ. ഇനി നദികളുടെ സംരക്ഷണത്തിനായിട്ട് കേന്ദ്ര ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ നദി കേട്ടോ. കേരളത്തിൽ, അതായത് നദികളുടെ സംരക്ഷണത്തിനായിട്ട് കേന്ദ്ര ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ഏക നദിയാണ് ഇത് പെരിയാർ. ഇനി ഇലക്ട്രോണിക് വാഹന ഉൽപ്പാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇലക്ട്രോണിക് വാഹന ഉൽപ്പാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച സംസ്ഥാനമാണിത് നമ്മൾ കേരളം എന്ന് പറയുന്നത്. ഇനി സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ കോക്ടെയിൽ. സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ ആര് നടത്തിയത്? വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഇത് ഓപ്പറേഷൻ കോക്ടെയിൽ. 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയാണ് കഴിഞ്ഞു കൊല്ലം ജില്ലയിലായിരുന്നു നടന്നത്. ഇതിൽ ചാമ്പ്യന്മാരായത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയായിരുന്നു കേട്ടോ. 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് കൊല്ലം ജില്ലയാണ്. ചാമ്പ്യന്മാരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കണ്ണൂർ ജില്ലയുമായിരുന്നു. ഇനി 2023-24 വർഷത്തെ സംസ്ഥാന കായിക മേളക്ക് വേദിയായ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ 2023-24 വർഷത്തെ സ്കൂൾ കായിക മേളക്ക് വേദിയായ ജില്ല ഏതാ? തൃശ്ശൂരാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ക്രൂയിസറാണ് ഇത് ഇന്ദ്ര എന്ന് പറയുന്നത്. ഇന്ദ്രയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ക്രൂയിസർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രയാണ്. ഇനി കേരളത്തിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ടിന്റെ പേരാണ് സൂര്യാംശു. കേരളത്തിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാന്ന് വെച്ചാൽ സൂര്യാംശു ആണ് കേട്ടോ. സൂര്യാംശു. ഇനി അടുത്തത് കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ബോസ് കൃഷ്ണമാചാരിയാണ് കേട്ടോ. ബോസ് കൃഷ്ണമാചാരി. അതിൻ്റെ ലോഗോ നമുക്കറിയാം, ചിത്രത്തിൽ കാണും പോലെ എന്താ കേരളത്തിൻ്റെ ഒരു 24 ഭൂപടങ്ങൾ ചേർത്ത് വെച്ചാണ് ലോഗോ സൃഷ്ടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കേരളീയം 2023 എന്താ ഈ കേരളീയം എന്ന് പറയുന്നത്? അതായത് 1956 നവംബർ 1 നമ്മളെ ഭാഷാടിസ്ഥാനത്തിൽ നമ്മളെ സംസ്ഥാനം രൂപീകൃതമാണ് അല്ലേ. അതിനുശേഷം ഏകദേശം 67 വർഷ കാലയളവിനുള്ളിൽ നമ്മുടെ സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റിയ കുറേ
പദ്ധതികളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് അല്ലേ. കേരള മോഡൽ വിദ്യാഭ്യാസം, അതുപോലെ ആരോഗ്യം, അതുപോലെ സാമൂഹ്യ സുരക്ഷ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ കേരളം എന്തുണ്ട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ എന്തുണ്ട് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്നുകൂടി നമ്മുടെ അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ നടത്തിയ പരിപാടിയാണ് ഇത് കേരളീയം 2023 എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോസ് കൃഷ്ണമാചാരിയാണ്. എന്താണ് അതിൽ ഭൂപടത്തിൽ കാണിക്കുന്നത്? കേരളത്തിൻ്റെ 24 ഭൂപടങ്ങൾ അടുക്കി വെച്ചതാണ് ഇത് നമ്മുടെ കേരളീയത്തിൻ്റെ ലോഗോ എന്ന് പറയുന്നത്. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ് കേട്ടോ. വില്ലേജ് കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ് കേട്ടോ. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂര്. ഇനി 25 വർഷം പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന പരിപാടിയുടെ പേരാണ് രചന എന്ന് പറയുന്നത്. രചന എന്താ രചന? 25 വർഷം പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന പരിപാടിയുടെ പേരാണെന്ത്? രചന. ഇനി വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് നവകിരണം. നവകിരണം. വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇത് നവകിരണം. ഇനി കേരളത്തിലെ അങ്കണവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തമാക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതിയാണ് അങ്കൻ ജ്യോതി കേട്ടോ. അങ്കൻ ജ്യോതി. കേരളത്തിലെ അങ്കണവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തമാക്കാനുള്ള പദ്ധതിയാണ് ഇത് അങ്കൻ ജ്യോതി. ഇനി സംസ്ഥാനത്ത് യുവജന ക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായിട്ട് സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ല്. മാരിവില്ല്. സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായിട്ട് സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടിയാണ് ഇത് മാരിവില്ല്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആൻറ്റി കറപ്ഷൻസ് ഫോഴ്സ് കേരള പോലീസിന്റെ മാർഗനിർദ്ദേശത്തോടെ നിർമ്മിച്ച ഹ്രസ്വ ചിത്രമാണ് കുട്ടിയോദ്ധാവ് കേട്ടോ. കുട്ടിയോദ്ധാവ്. എന്താ? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഫോഴ്സ് കേരള പോലീസിന്റെ മാർഗനിർദ്ദേശത്തോടെ നിർമ്മിച്ച ഹ്രസ്വ ചിത്രമാണിത് കുട്ടിയോദ്ധാവ്. ഇതിന്റെ സംവിധാനം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കലന്തൻ ബഷീറാണ് കേട്ടോ. കലന്തൻ ബഷീർ. ഇനി തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹമായ പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ സുധീർ കുമാറാണ് കേട്ടോ. സുധീർ കുമാർ. തകഴി ചെറുകഥ പുരസ്കാരത്തിന് അർഹമായ പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചതാര സുധീർ കുമാറാണ്. ഇനി തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ എറണാകുളത്താണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീയണക്കുന്നതിനായിട്ട് അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യത്തിന്റെ പേരാണ് മിഷൻ സേഫ് ബ്രീത്ത് കേട്ടോ. മിഷൻ സേഫ് ബ്രീത്ത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീയണക്കുന്നതിനായിട്ട് അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യത്തിന്റെ പേരാണെന്ത്? മിഷൻ സേഫ് ബ്രീത്ത്. ഇനി മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതന ആലപ്പുഴയാണ് കേട്ടോ. ചെറുതന ആലപ്പുഴ. മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചാൽ ഏതാ? ചെറുതന ആലപ്പുഴ. ഇനി അടുത്തത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല. നിലവിലെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ലയാണ് കേട്ടോ. ഇടുക്കി ജില്ല. നമുക്കറിയാം ഇന്നലെ കഴിഞ്ഞ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഡ്രൈവർ എക്സാമിലും ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല, അതായത് ജില്ല ഏതാണെന്നല്ല ഏത് വില്ലേജ് കൂട്ടിച്ചേർത്തപ്പോഴാണ് ഇടുക്കി ജില്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായെന്നുള്ളത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇത് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ കുറച്ച് ഭൂപ്രദേശം ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജ് കേട്ടോ. ഇടമലക്കുടി വില്ലേജ് ഇതായിരുന്നു ഇന്നലത്തെ ചോദ്യം. ഏത് വില്ലേജിനോട് കൂട്ടിച്ചേർത്തപ്പോഴാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായതെന്ന്. അപ്പോൾ ഓർത്ത് നോക്കുക, ഇടമലക്കുടി വില്ലേജിനോട് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി എന്തായത് ഏറ്റവും വലിയ ജില്ലയായത്. രണ്ടാമത്തെ ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാട് ജില്ലയാണ്. അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഏതാ? ഇടുക്കി ജില്ലയാണ്. എങ്ങനെയാണ് ഏറ്റവും വലിയ ജില്ലയായത്? എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ കുറച്ച് ഭൂപ്രദേശം ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജിനോട് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായിട്ട് മാറിയത്. നിലവിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത്
പാലക്കാട് ജില്ലയാണ്. ഇനി രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയത് നമ്മുടെ കേരളമാണ് കേട്ടോ. കേരളമാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരം നേടിയത് നമ്മുടെ കേരളമാണ്. അതുപോലെ കൂടുതൽ ചികിത്സ നൽകിയ സംസ്ഥാനം, അതുപോലെ കാഴ്ച പരിമിതർക്കായിട്ട് പ്രത്യേകം ലഭ്യമാക്കിയ സേവനങ്ങൾക്ക് മികവുറ്റ പ്രവർത്തനങ്ങൾ എന്നീ 2 വിഭാഗങ്ങളിലാണ് നമുക്ക് പുരസ്കാരം ലഭിച്ചത്. ഇനി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെത്തിയ ആദ്യത്തെ കപ്പൽ ഷെൻഹുവ 15 ആണ് കേട്ടോ. ഷെൻഹുവ 15 ഏത് രാജ്യത്തിൻ്റെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയാണ് കേട്ടോ. ചൈനയുടെ കപ്പലാണ് ഇത് ഷെൻഹുവ 15 എന്ന് പറയുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പലാണ് ഷെൻഹുവ 15. ഇത് ഏത് രാജ്യത്തിൻ്റെയാന്ന് ചോദിച്ചാൽ അത് ചൈനയുടേതാണ്. ഇനി സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായിട്ട് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് കോ ബാങ്ക്. സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായിട്ട് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണിത് കോ ബാങ്ക്. ഇനി 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക് കേട്ടോ. കെടാവിളക്ക് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണിത് കെടാവിളക്ക്. ഇനി 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിഷ് സംവിധായകനും നിർമ്മാതാവുമായിട്ടുള്ള തിരക്കഥാകൃത്തുമായ ക്രിസ്റ്റോഫ് സനൂസിയാണ്. ക്രിസ്റ്റോഫ് സനൂസി, പോളിഷ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ ക്രിസ്റ്റോഫ് സനൂസിയാണ് 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത്. ഇനി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ സിനിമ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ് കേട്ടോ. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം, അപ്പോൾ മികച്ച ചിത്രത്തിന് നൽകുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുവർണ ചകോരമാണ്. ഇത് നേടിയത് ഏതാണെന്ന് വെച്ചാൽ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. ഇനി മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡ് നേടിയത് തടവാണ് കേട്ടോ. ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവ് എന്ന് പറയുന്ന സിനിമക്കാണ് മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും അതുപോലെ മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡും നേടിയത്. ഇനി മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടമാണ് കേട്ടോ. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന് പറയുന്ന സിനിമയാണ് കേട്ടോ. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ലഭിച്ചത് ആട്ടമാണ്. ആരാ സംവിധാനം ചെയ്തത്? ആനന്ദ് ഏകർഷിയാണ്. ഇനി വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് സഹകരിച്ച് അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളുകളിൽ എത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിനുള്ള കുടുംബശ്രീയുടെ ക്യാമ്പയിനാണ് തിരികെ സ്കൂളിൽ കേട്ടോ. തിരികെ സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് സഹകരിച്ച് അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളുകളിൽ എത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിനുള്ള കുടുംബശ്രീയുടെ ക്യാമ്പയിനാണിത് തിരികെ സ്കൂളിൽ. ഇനി കേരളത്തിലെ കാർഷിക മേഖലകളിൽ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പോഷക സമൃദ്ധി മിഷൻ. കേരളത്തിലെ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണിത് പോഷക സമൃദ്ധി മിഷൻ. ഇനി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ടം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറ ഫാന്റസി വളാഞ്ചേരിയാണ് കേട്ടോ. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ടം. ഫ്ലോറ ഫാന്റസിയാണ് എവിടെയാ? മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലാണ്. ഇനി വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6496 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിലെ അതിദരിദ്രത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ്
ഉജ്ജീവനം വരുമാനവും തൊഴിലും ഉറപ്പാക്കിയിട്ട് 6496 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഇത് ഉജ്ജീവനം. ഇനി കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലെ മാനവീയം വീതിയാണ് കേട്ടോ. മാനവീയം വീതി കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം എവിടെയാ? മാനവീയം വീതി, തിരുവനന്തപുരം. ഈ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയാണ് കേട്ടോ. മലപ്പുറം ജില്ലയാണ് സംസ്ഥാനത്തെ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല മലപ്പുറം. 2ാം സ്ഥാനത്ത് പാലക്കാടും 3ാം സ്ഥാനത്ത് കണ്ണൂരുമായിരുന്നു കേട്ടോ. 1ാം സ്ഥാനത്ത് മലപ്പുറം, 2 പാലക്കാട്, 3 കണ്ണൂരാണ്. ഇനി നെതർലാൻഡ് ആസ്ഥാനമായിട്ടുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ BCI ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായിട്ട് വരുന്ന 24 ടെക് നഗരങ്ങളുടെ പട്ടികയുള്ള കേരളത്തിലെ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരം നെതർലാൻഡ് ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ BCI ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായിട്ട് വളരുന്ന 24 ടെക് നഗരങ്ങളുടെ പട്ടികയിലുള്ള കേരളത്തിലെ നഗരം ഏതാണെന്ന് വെച്ചാൽ ഏതാ? തിരുവനന്തപുരമാണ്. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം സർക്കാർ സ്കൂളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് പ്രകാരം സർക്കാർ സ്കൂളുകളിലുള്ള ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് കേരളമാണ്. ഇനി 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് ആരാന്ന് ചോദിച്ചാൽ കെനിയൻ സംവിധായികയായിട്ടുള്ള വനൂരി കഹിയു ആണ് കേട്ടോ. വനൂരി കഹിയു 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് ആരാ? കെനിയൻ സംവിധായികയായിട്ടുള്ള വനൂരി കഹിയു ആണ്. ഇനി ഔദ്യോഗിക വൃക്ഷം, പുഷ്പം എന്നിവ പ്രഖ്യാപിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണെന്ന് വെച്ചാൽ അത് കാസർഗോഡ് ജില്ലയാണ് കേട്ടോ. കാസർഗോഡ് ജില്ല കേരളത്തിലെ ആദ്യമായിട്ട് ഒരു ജില്ലക്ക് ഔദ്യോഗിക വൃക്ഷം, അതുപോലെ ഔദ്യോഗിക പുഷ്പം, ഔദ്യോഗിക പക്ഷി, ഔദ്യോഗിക മൃഗം എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ ജില്ലയാണ് ഇത് കാസർഗോഡ് ജില്ല. അവിടെ ഔദ്യോഗിക വൃക്ഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാഞ്ഞിരമാണ് കേട്ടോ. കാഞ്ഞിരമാണ് ഔദ്യോഗിക വൃക്ഷം എന്ന് പറയുന്നത്. അതുപോലെ ഔദ്യോഗിക പുഷ്പം ഏതാണെന്ന് ചോദിച്ചാൽ പെരിയ പാളത്താലിയാണ് കേട്ടോ. പെരിയ പാളത്താലി അല്ല, പോളത്താലി. പെരിയ പോളത്താലി ഔദ്യോഗിക പുഷ്പമാണിത്. പെരിയ പോളത്താലി. ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരമാണ്. ഔദ്യോഗിക പുഷ്പം ചോദിച്ചാൽ അത് പെരിയ പോളത്താലി. ഔദ്യോഗിക പക്ഷി ഏതാ? വെള്ളവയറൻ കടൽപ്പരുന്ത്. വെള്ളവയറൻ കടൽപ്പരുന്ത്. ഔദ്യോഗിക മൃഗമേതാ? കൻഡോസ് ജയന്റ് അല്ലെ. കൻഡോസ് ജയന്റ് അല്ലെങ്കിൽ സോഫ്റ്റ് ഷെൽ ടർട്ടിൽ. സോഫ്റ്റ് ഷെൽ ടർട്ടിൽ അതായത് ശുദ്ധജല ആമ. ഇനി കേരളത്തിലെ ആധികാരിക വികേന്ദ്രീകരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ഏത് രാജ്യത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേപ്പാളിലാണ് കേട്ടോ. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണ പാഠ്യപദ്ധതിയിൽ കേട്ടോ. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ അത് നേപ്പാളിലാണ്. ഇനി പൂർണ്ണമായിട്ടും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ് വിസ്മയ. കണ്ണൂർ ജില്ലയിലെ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കാണ് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക് എന്ന് പറയുന്നത്. ഇനി ഒരു സമര നൂറ്റാണ്ട് നമ്മൾ KV സുധാകരൻ എഴുതിയ, അതായത് VS അച്യുതാനന്ദൻ്റെ 100ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകമാണ് ഇത്, ഒരു സമര നൂറ്റാണ്ട്. ആരെ പുസ്തകം അത്? KV സുധാകരൻ എഴുതിയതാണ് ഇത്, ഒരു സമര നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഇത് പ്രകാശനം ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേട്ടോ. ബുക്ക് VS അച്യുതാനന്ദൻ്റെ 100ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്പദമാക്കിക്കൊണ്ട് പുറത്തിറക്കിയ പുസ്തകമാണിത്, ഒരു സമര നൂറ്റാണ്ട്. KV സുധാകരനാണ് ഇത് പ്രകാശനം ചെയ്ത ആരാന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇനി പൂർണ്ണമായിട്ടും വനിതകളുടെ മേൽനോട്ടത്തിൽ വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാർത്ഥി നിർമ്മിത ഉപഗ്രഹമാണ് വിസാറ്റ്. പൂർണ്ണമായിട്ടും വനിതകളുടെ മേൽനോട്ടത്തിൽ വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വിദ്യാർത്ഥി നിർമ്മിത
വിദ്യാർത്ഥി നിർമ്മിത ഉപഗ്രഹമാണിത് വിസാറ്റ്. തിരുവനന്തപുരം പൂജപ്പുര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് ഉപഗ്രഹം നിർമ്മിക്കുന്നത്. കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിലെ അൾട്രാ വയലറ്റ് റേഡിയേഷനുകളുടെ സ്വാധീനം നിരീക്ഷിക്കലാണ് ഈ ഉപഗ്രഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് നടത്തിയ പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മനാണ് കേട്ടോ. ചാണ്ടി ഉമ്മനാണ്. ഇനി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NV കൃഷ്ണ വാര്യർ സ്മാരക മന്ദിരമാണ് കേട്ടോ. NV കൃഷ്ണ വാര്യർ സ്മാരക മന്ദിരം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേരാണെന്ത്? NV കൃഷ്ണ വാര്യർ സ്മാരക മന്ദിരം. എവിടെയാ? തിരുവനന്തപുരത്താണ്. ഇനി കേരളം ആദ്യത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ്. കേരളം ആദ്യത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാ? കൊച്ചി, എറണാകുളം. ഇനി ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണം ഉറപ്പുവരുന്ന പദ്ധതിയാണ് സ്പേസ് എന്ന് പറയുന്നത്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണം ഉറപ്പുവരുന്ന പദ്ധതിയാണ് ഏത്? സ്പേസ്. ഇനി കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളിലെ കുട്ടികളിലെ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് ബാലമിത്ര 2.0 എന്ന് പറയുന്നത്. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളിലെ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ക്യാമ്പയിനാണിത് ബാലമിത്ര 2.0. ഇനി കഥകളി കലാകാരനായ കോട്ടക്കൽ ശിവരാമന്റെ ആത്മകഥയാണ് സ്ത്രൈണം കേട്ടോ. സ്ത്രൈണം എന്ന് പറയുന്നത് ആരുടെ ആത്മകഥ? സ്ത്രൈണം എന്ന് പറയുന്നത് കഥകളി കലാകാരനായിട്ടുള്ള കോട്ടക്കൽ ശിവരാമന്റെ ആത്മകഥയാണിത് സ്ത്രൈണം.